അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. മൂവാറ്റുപുഴയിൽ റാംകേനാം ഡോക്യുമെന്ററി പ്രദർശനം സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ. കച്ചേരിത്താഴത്ത് നടന്ന പ്രദർശനം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ ഭീഷണിക്കെതിരെ പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ഉയർത്തി റാംകേനാം പ്രദർശനം സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുകയെന്ന ഉദ്ദേശത്തോടെ വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ പ്രചരണവും അതിന്റെ പരിണിതഫലങ്ങളും ഇത് കൊളുത്തിവിട്ട വർഗീയ സംഘർഷങ്ങളും പ്രമേയമാക്കിയ വിഖ്യാത ചലച്ചിത്രകാരൻ ആനന്ദ് പട്വർത്തിന്റെ റാംകേനാം ഡോക്യുമെന്ററിയാണ് പ്രതിരോധത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം പ്രദർശിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കച്ചേരിത്താഴത്ത് റാംകേനാം പ്രദർശനം സംഘടിപ്പിച്ചത്. 19ാം നൂറ്റാണ്ടോടെ അയോധ്യ മുഴുവൻ രാമക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇവയിൽ പലതും രാമന്റെ ജന്മസ്ഥലമാണെന്ന് പലരും അവകാശപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണം വ്യാപകമായതോടെ വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ആ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഈ രാജ്യത്തിന്റെ ഒരു അമ്പലത്തിന്റെ ശിലാസ്ഥാപനത്തിന് പോകുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഇതുപോലെ തന്നെ ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നതിന് വേണ്ടി അനുമതി ചോദിക്കുന്ന ഘട്ടത്തിൽ നെഹ്റു പറഞ്ഞ ഒരു വാക്കുകളുണ്ട്. നെഹ്റു പറഞ്ഞത് മറ്റൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് പോകണം. കാരണം നിങ്ങൾ ഈ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തരമന്ത്രിയാണ്, ഒരു മതത്തിന്റെ മാത്രം ആഭ്യന്തരമന്ത്രിയല്ല. ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് 2024 എത്തുമ്പോൾ ഇന്ത്യയുടെ ചരിത്രം തന്നെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ, ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ എന്നിവർ പ്രസംഗിച്ചു. മികച്ച കുറ്റാന്വേഷണാത്മക ഡോക്യുമെന്ററിക്കുള്ള 1992 ദേശീയ ചലച്ചിത്ര അവാർഡും ഫിലിം ഫെയർ അവാർഡും വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരങ്ങളും റാംകേനാം കരസ്ഥമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.